പാമ്പിനെ മാത്രം പിടിച്ചുള്ള കളിയില്ല. അയ്യോ, ഈ നിൽക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായി? ഇതാണ് ഓറഞ്ച്. കളിക്കാനായിട്ട് 2 വെള്ള അരയനുണ്ട്. കൊച്ചിന്ന് മൂന്നാർ പോകുന്നവർക്ക് ഇനി ഒരു എന്റർടൈൻമെന്റ് ഇല്ലെന്ന് ആരും പറയരുത്. നമ്മൾ ഇവിടെ 3 ഏക്കർ സ്ഥലത്ത് ഒരു അടിപൊളി ഫ്ലോർ ആൻഡ് ഫോണയുടെ വലിയൊരു എക്കോ പാർക്കാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമുക്ക് 350 മുതലാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും കിട്ടുന്ന ഒരു ബാൻഡാണിത്, നമ്മുടെ ഫ്ലോറഫോണിൻ്റെ. വാ ഉള്ളിൽ പോയി നോക്കാം. നോക്കിയേ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി സെറ്റപ്പ് കൂടെ കാണാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടാണ് ഇത് എല്ലാം. എന്താ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മുകളിലേക്ക് പോവാം. അവിടെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സീരീസ് ആയിട്ടാണ് എല്ലാ സാധനവും കാണാനുള്ളത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് തുടക്കത്തിൽ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നാൽ വിശാലമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള അത്രയും വലിയ സ്ഥലം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് നടുക്കിൽ തന്നെ ഒരു മരം വെട്ടി എല്ലാ മരങ്ങളും സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് വലിയൊരു മരം ചെയ്തിട്ട് ഫുൾ ഇതിൻ്റെ ചുറ്റും ഇരിക്കാനുള്ള സെറ്റപ്പ്. ആൻഡ് ഇത് മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗാർഡൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കി എന്ത് രസമാണ്. പിള്ളേരെ കൊണ്ടുവന്ന നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ ഉണ്ട്. ആൻഡ് ഇത് കൂടാതെ ഇനി ഇവിടുന്ന് നമുക്കിതാ സീരീസ് ആയിട്ട് ഇവിടുന്ന് പൂവള വഴി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളത് നോർമൽ എനിമൽസ് അല്ല, അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ എവിടെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൃഗങ്ങളായിട്ടാണ്. ആൻഡ് ജസ്റ്റ് ഫസ്റ്റ് കൂട് മാത്രം കാണിച്ചത്. ഇതിനുള്ളൊരു ഹിഗ്വാന കിടക്കുന്നുണ്ടോ. ആൻഡ് നല്ല വലിപ്പമുള്ള ഓറഞ്ച് കളറൊക്കെ ഉള്ള നല്ല 2 ഹിഗ്വാന ഇവിടെ ഉള്ളത്. ആൻഡ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള എനിമലും ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിമലിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്ന പോലെയാണ് ഇവിടെ എല്ലാം കൂട്ടിലെ മൃഗങ്ങളെ അവർ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമുക്ക് വേനൽക്കാലമായിട്ട് തന്നെ ഗാങ് വേ നടക്കുന്ന വഴി മൊത്തം ആർട്ടിഫിഷ്യലായിട്ട് മിസ്റ്റ് ഇട്ടേക്ക. ഇതൊരു ഒരു പ്രത്യേക രസം കേട്ടോ. നമുക്ക് ഇതേ നടക്കാൻ. ഈ റോഡ് കണ്ടോ, ഈ ഇതൊക്കെ നനഞ്ഞാണ് കണ്ടോ. ഇവിടെ ഞാൻ ഒരു ആട് കാണിച്ചു തരാം. തിന്നെ ഈ സാധനം നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ആടുകൾ പോരടിക്കില്ല, ഇങ്ങനെ തലകൊണ്ടിടിച്ച് പോരടിക്കില്ല. ആ പോരടിക്കാനുള്ള ഇതിൻ്റെ കയറ് കെട്ടലും എല്ലാം വന്നിട്ട് നമ്മുടെ ഈ കൊമ്പിൽ, ആ കൊമ്പിൻ്റെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ. എൻ്റെ ബാക്കിലുള്ളത് ഒരു പശുവിൻ്റെ കൂടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് എത്ര ഭംഗിയിലാണ് ചെയ്ത് നോക്കിയാൽ. ഇതാണ് ഇവിടെ വെറൈറ്റി ആണെന്ന് പറഞ്ഞത്. അതായത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൂടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത് 2 ടർക്കിൻ്റെ ഈ സാധനം കൊത്താൻ വരും, അതാണ് പ്രശ്നം. എന്താ നല്ല ഫേമസ് ആയിട്ടുള്ള പശുക്കളും നമ്മുടെ അടുത്തുണ്ട്. നോക്കിയേ, നല്ല ഇണക്കുള്ള പശുക്കൾ കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ പുല്ലൊക്കെ തിന്നു നമ്മൾ കൊടുത്താൽ തിന്ന് കേട്ടോ. നല്ല ഭംഗിയുള്ള പശുക്കൾ. നോക്കിയേ, ഈ കിടക്കുന്നതാണ് ജർമ്മൻ അങ്കോറ റാബിറ്റ്. ഇതിൻ്റെ കണ്ണെവിടെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ കണ്ണൻ. മുഖം മൊത്തം മുടി വന്ന് മൂടി. ഇത് 2 നമ്മുടെ ഒരു വൈറ്റും ഉണ്ട്. അയ്യോ എന്ത് രസം. നോക്കിയേ, പാമ്പിനെ മാത്രം പിടിച്ചുള്ള കളിയില്ല. അയ്യോ, എനിക്ക് പാമ്പിനെ പേടി, അതുകൊണ്ട് ആക്കുന്നില്ല. പക്ഷെ ഏട്ടിട്ടു, 2 ഇതെവിടെ വേറെ പിള്ളേരും പിടിച്ചു വെച്ചിട്ടുള്ളത്. തല നോക്കിയേ. ഈ സെക്ഷനാണ് എല്ലാവരും കാണാൻ കൊതിക്കുന്നത്. ഈ കിടക്കുന്ന സാധനം കണ്ടോ? ഇവിടെയാണ് പാമ്പ് നമ്മൾ കഴുത്തിലിടുന്നതും. ഇവിടെയാണ് പാമ്പ് നമ്മൾ കഴുത്തിലിടുന്നത്. ഒരു പാമ്പ് പ്ലസ് ഇതേ ഒരു വെള്ള പാമ്പും ഇവിടെ ഉണ്ടോ. ഇത് നമ്മുടെ പൈത്തൻ്റെ വിഭവമാണ്. ഈ സാധനം നമുക്ക് വേണമെങ്കിൽ കഴുത്തിലിടാം. ആൻഡ് ഏട്ടൻ കഴുത്തിലിട്ടു, പക്ഷെ എനിക്കിതിനെ പേടിയാണ്. ആൻഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ എലികളും ഈ പറഞ്ഞ ഫെററ്റ്, നമ്മൾ പുറം നാട്ടിൽ മാത്രം കണ്ടുവരുന്നുള്ള ഒരു ഫെററ്റാണ് ഇത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 20 മണിക്കൂർ, ഏട്ടാ 22 മണിക്കൂറോ? 20 to 22 മണിക്കൂറും ഇതിന് ഉറക്കം തന്നെയും. ആ കൂടി 2-3 മണിക്കൂറും അത് എണീച്ചിരിക്കുള്ളൂ. ഉണർന്നിരിക്കുന്ന ഒരു ഫെററ്റ് കൂടി ഇവിടെ ഉണ്ട്. എന്ത് രസം നോക്കി ഇതിനെ കാണാനായിട്ട്. നല്ല ചുവന്ന കണ്ണുകളൊക്കെ ആയിട്ട്
ഇവിടെ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുമ്പോൾ ഫ്ലോറ അതാ 1 ഏക്കർ കൃഷി സ്ഥലത്താണ് നമ്മൾ അടിപൊളി എക്സോട്ടിക് ആയിട്ട് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത രീതിയിലുള്ള എല്ലാ ചെടികളും ഇവിടെ വെച്ചിട്ട് ഇതാ എൻ്റെ സൈഡിൽ മൊത്തം സ്ട്രോബെറിയാണ്. ഇത് കായ വന്നു തുടങ്ങിയില്ല. കായ വന്നാൽ നിങ്ങൾ നോക്കിയത് ഇത് അറ്റം വരെ ഇതാ ഈ അറ്റം വരെയും ഇവർ സ്ട്രോബെറി വെച്ച് പിടിച്ചില്ല. ഇത് മാത്രമല്ല ഇനിയും ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ എല്ലാ രീതിയിലും മുന്തിരി എല്ലാ ഉള്ള ചെടികളും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് കണ്ട് ഞെട്ടിയ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചത് ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്താണ്ട്. ഇത് കിവിയാണ്, പക്ഷെ കിവി അധികം പടർന്നിട്ടില്ല. ആൻഡ് ഇത് മുന്തിരിയാണ്. മുന്തിരിയും അധികം പടർന്നിട്ടില്ല. ഇതിൽ പടർന്ന് പിടിച്ചിട്ടുള്ളതിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്, നമ്മുടെ സ്വന്തം പാഷൻ ഫ്രൂട്ട്. ഇത് അടിപൊളിയായിട്ട് ഒരു നെറ്റ് പോലെ ഇവിടെ ചെയ്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം. എന്ത് രസം നോക്കിയതേ, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട്. വെയിലൊന്നും അടിക്കില്ല. നോക്കിയേ, ഈ നിൽക്കുന്ന സാധനം എന്താന്ന് വെച്ചാൽ ഇതാണ് ഓറഞ്ച്. നമ്മളെ മൂന്നാർ ഈ പോകുന്ന വഴി കൊച്ചിയുടെ അടുത്തായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓറഞ്ച് കാണാൻ പറ്റും. ഇവിടെ തന്നെ കൊലന്തനെയാണ് ഓറഞ്ച് നിൽക്കുന്നത്. നോക്കിയേ എത്ര നല്ല ഓറഞ്ചാണ്. നോക്കിയേ, ഇനി നിങ്ങൾക്ക് ഇവിടെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ചെടിയിൽ നിന്ന് പറഞ്ഞ ഫ്രൂട്ട് എടുത്തിട്ട് അവർ ജ്യൂസ് അടിച്ചു തരും. ഒരു ലൈവ് ജ്യൂസ് കൗണ്ടർ പോലെ. ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ബോട്ടിക്കാവ എന്ന ഒരു ഇതാണത്, ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒറിജിൻ ബ്രസീലാണ്. ഇത് തായ് 5 ഗുവ എന്ന് പറഞ്ഞതാണ്, തായ്ലൻഡിലെ പേരയാണിത്. ഇത് സാധാരണ നമ്മുടെ പേരയ്ക്ക് അപേക്ഷിച്ച് വലിപ്പം വളരെ കൂടുതലായിരിക്കും. അത് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒറിജിൻ ആഫ്രിക്കയാണ്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം എന്ത് കഴിച്ചാലും അതിന് നമ്മുടെ വായിക്ക് നല്ല മധുരമായിരിക്കും. ഇത് സീറ്റ് ലൂബി എന്ന് പറഞ്ഞൊരു പഴമാണ്. ഇത് നമ്മൾ നല്ല ടേസ്റ്റും നല്ല മധുരമൊക്കെ ആയിരിക്കും. ഇത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഇതിന് കുരു അങ്ങനെ എടുത്ത് കഴിക്കല്ലേ? മധുരമാണ്, ചെറിയൊരു മധുര. ചേട്ടാ ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടിയും കൊടുക്കില്ലേ? ചെടി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. വേണ്ടവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ചെടിയും വാങ്ങി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും. ഇവിടെ ആടിൻ്റെ സെക്ഷൻ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവം. ഒരുപാട് വെറൈറ്റി ആടുകളുണ്ട്. പക്ഷെ ഇതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ വലിപ്പം വരുന്ന ഒരു ആടും ദേ നമ്മളൊപ്പം ഉണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ആട്. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വലിപ്പത്ര വരുള്ളൂ. നമ്മളൊരു ആട്ടും കുട്ടറ വലിപ്പമുള്ളൂ ഏറ്റവും ചെറിയൊരു ആടിന്. എന്ത് രസമാണെന്ന് നോക്കിയാൽ അതിന് ചെറിയൊരു പുല്ല് തിന്നൊക്കെ ആയിട്ട്. മൃഗത്തിനെ കാണാണ്ടോ? അത് ഞാൻ ആദ്യം പൂച്ചെന്ന് വെച്ചാൽ കറക്റ്റ് പൂച്ചയുടെ ലുക്ക് ഉണ്ട്. പക്ഷെ അത് പൂച്ചല്ല, അത് കുറുക്കനാണ്. ഏറ്റവും ചെറിയ കുറുക്കനാണ്. അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ കാണുന്ന 2 വലിയ കൊമ്പും ചെറിയ മുഖം. എന്ത് രസം നോക്കിയത് കാണാനായിട്ട്. ഇതൊക്കെ കാണാൻ ഇവിടെ തന്നെ വരണം മക്കളെ. ഇത് അരയനങ്ങളുടെ സെക്ഷനിൽ ആ അറ്റത്ത് കിടക്കുന്നുണ്ടോ, ബ്ലാക്ക് സ്വാൻ എന്നതിന് പറയാം. നല്ല കറുത്ത അരയനം, നല്ല കറുത്ത അരയനം, നല്ല ചുവന്ന ചുണ്ടുണ്ടോ അതിന്. അതാണ് അതിന്റെ പ്രത്യേകത. ആൻഡ് ഇവിടെ നോക്കുമ്പോ നമ്മുടെ ഒപ്പം കളിക്കാനായിട്ട് 2 കളിക്കാനായിട്ട് 2 വെള്ള അരയനുണ്ട്. എന്ത് രസം നോക്കിയേ. കൊത്ത അടി അടി. എന്റെ മക്കളെ, ഈ സാധനം നോക്കിയേ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി നിങ്ങൾക്ക് കാണണോ? ഇവിടെ വന്നാൽ മതി. ദേ നിൽക്കണു നമ്മളെയൊക്കെ ഹൈറ്റില്. ഒന്നല്ല 2 ആളുണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പോ തന്നെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കണ്ട സത്യം പറഞ്ഞൊരു നല്ല ഒറിജിനൽ വെള്ളച്ചാട്ടം ഫീൽ തോന്നും. പക്ഷെ സെറ്റ് ചെയ്താകണതാ. എന്ത് രസം നോക്കിയേ. ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് സെക്ഷനാണ്. നമ്മളിതാ ബേർഡ്സിന് തീറ്റ കൊടുത്ത് ആകർഷിക്കാൻ കൊണ്ടുപോവാ. വാ. ഓ
ചേട്ടൻ്റെ കയ്യിലൊരു ബേർഡ്. ഇതേതാട്ടാ ബേർഡ്? മക്കാവോ. തരില്ല, അങ്ങനെ തരാൻ പറ്റില്ല. അയ്യോ പെറ്റ് തങ്കക്കുടം. നോട്ടെ 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 കൊത്തടാണ് കൊത്തടാണ്. ആംഗിടി കാടിച്ച് അങ്ങോട്ട് കൊടുക്കു കുമാരേട്ടാ. എടുക്ക് എടുക്ക്. കമോൺ കമോൺ, യു ക്യാൻ യു ക്യാൻ. എടുക്ക് നക്കിയത്. എടുത്തേ 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 എടുത്തേ. ഇങ്ങോട്ട് വാട, ഇങ്ങോട്ട് വാട മോനെ. മേമ തീറ്റും പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങോട്ട് വാടാ. നമുക്ക് ഒരാള് പോലും വരുന്നില്ല. കടിക്കുന്നു കടിക്കുന്നു. കളിക്കുന്ന നല്ല രസല്ലേ? ഓ കളിക്കുന്നു കളിക്കുന്നു. ഇവിടെ പക്ഷികളുടെ സെക്ഷൻ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, നൈസ് അനുഭവം. ആൻഡ് ഇവിടെ കണ്ടോ ഏറ്റവും വലിയ അക്വേറിയം പണിത് വെച്ചിട്ടുണ്ട്. വലിയ മീനിന്റെ ഷേപ്പിൽ അക്വേറിയം പണിത്. നിങ്ങൾക്ക് മീനാണെങ്കിൽ ഇവിടെ വന്നാൽ കണ്ടാൽ മതി. അവിടെയാണ് മീനുള്ളത്. ഒരുപാട് കളർഫുൾ മീനുകളുണ്ട്. ഇവിടെ വരില്ല എന്തായാലും. ഒരു വലിയ മീനിന്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് അക്വേറിയം പണിത് വെച്ചിട്ടുള്ളത്. കണ്ട പക്ഷികളുടെ സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള ക്രാഫ്റ്റഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ റെയർ, നമ്മൾ അധികം കണ്ട് ശീലിക്കാത്ത പല രീതിയിലുള്ള കുറേ ക്രാഫ്റ്റഡ് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് അടുത്തുള്ളത്. എന്തായാലും ഇത് മിസ് ചെയ്യരുത്. എന്തായാലും എനിക്ക് വണ്ടികളോട് ചെറിയൊരു ക്രേസ് ഉണ്ട്. ഈ സെക്ഷനാണ് മൊത്തം സൈക്കിളും പഴയ സൈക്കിളും വണ്ടികളാണ്. ഈ സാധനം കുറച്ച് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പൊക്കാൻ തീരുമാനിച്ചു. ഓക്കെ, നല്ല രസമല്ലേ കാണാൻ? പഴയ ഒരു വണ്ടി. ഇതെടുക്കാം. ഇവിടുത്തെ പരിപാടികളെല്ലാം കണ്ടു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു ടോയ്ലറ്റാണ് ഇവർ ഒരുക്കുന്നത്. അതായത് എയർപോർട്ടിൽ കൊടുക്കുന്ന അതേ ഫെസിലിറ്റിയിലാണ് ഇവർ ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത്. അതും കൊച്ചിയിൽ നിന്ന് മൂന്നാർ പോകുമ്പോൾ ഇത്രയും നല്ല ടോയ്ലറ്റോ ഫെസിലിറ്റിയോ ആരും കൊടുത്തിട്ടില്ല. വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചതല്ല, പക്ഷേ ഏറ്റവും നല്ല മോഡേൺ ടെക്നോളജി വെച്ചിട്ടാണ് എയർപോർട്ട് ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഇതാ നമ്മുടെ പരിപാടികളെല്ലാം കണ്ടു. നമ്മൾ മീനെ കണ്ടു, ചെടികൾ കണ്ടു, പക്ഷികൾ കണ്ടു, എനിമൽസ് കണ്ടു, എല്ലാം കണ്ടു. എങ്ങനെയാണെന്ന് നിർത്തുമാ? സൂപ്പർ അല്ലേ ഏട്ടാ? അടിപൊളിയായിരുന്നു. ഇനി ഇതെല്ലാം കണ്ട് നമുക്കൊന്ന് റിഫ്രഷ് ആവണമെങ്കിൽ അടിപൊളി ഒരു ജ്യൂസ് കോർണർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് വേണ്ട? ജ്യൂസ് ജ്യൂസ് വേണം. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്. ഏതാണ്ട് 1 മണിക്കൂർ ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. ആൻഡ് ഇതിനെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ പെരുമ്പാവൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇരുമ്പനം, മൂന്നാർ എത്തുന്നതിന് ഇരുമ്പനം എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ എത്തുന്നതിന് ഒരു 2-3 കിലോമീറ്റർ മുന്നെയാണ്. അത് മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ, ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓൾസോ വീക്കിലി എല്ലാ ദിവസവും ഇത് വർക്കിംഗ് ആണ്. ആൻഡ് രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ ഇതിൻ്റെ വർക്കിംഗ് ടൈം ഉള്ളത്. ശനിയും ഞായറും എല്ലാ ദിവസവും ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഫാമിലി ആയിട്ട് മൂന്നാർ പോകുന്നവർ ഇനി മുതൽ എന്തായാലും ഇവിടെ കയറാതെ പോവരുത്.
ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 350 രൂപ മുതലാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പല പാക്കേജുകളുണ്ട്, പല രീതിയിലുള്ള പാക്കേജുണ്ട്. അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം, വെബ്സൈറ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി എല്ലാവരും. ഓക്കെ.